നമ്മുടെ വീഡിയോ ബിരിയാണി മസാലയുടെ റെസിപ്പിയാണ്. ബിരിയാണി മസാല നമ്മളെല്ലാം ഉണ്ടാക്കുന്നവരാണെങ്കിലും അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കിയെടുത്താൽ നല്ല മണവും രുചിയുമുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പല റെസിപ്പികളും ചേർത്ത് ബിരിയാണി ഉണ്ടാക്കി നോക്കാറുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി മസാലകളും പല റെസിപ്പികളും ചേർത്ത് ഉണ്ടാക്കി നോക്കിയതിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ബിരിയാണി മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസുകളുടെ അളവുകളൊക്കെ കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷമേ ഇത് പൊടിച്ചെടുക്കാവൂ. അളവുകളൊക്കെ ശരിയായി വന്നാലേ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് അതിൻ്റെ യഥാർത്ഥ മണമൊക്കെ കിട്ടുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഗരം മസാലകളുടെ മിക്സ് പാക്കറ്റ് വാങ്ങിച്ച് പൊടിച്ചെടുക്കാത്തതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലകളാണ്. 5 ടേബിൾ സ്പൂൺ ഏലക്കയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി 5 ടേബിൾ സ്പൂൺ ഏലക്ക ചേർക്കുന്നതിലേക്ക് മീഡിയം സൈസിലുള്ള 8 പീസ് കറുകപ്പട്ട ചേർക്കണം. 4 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂവും തക്കോലം 10 എണ്ണവും എടുക്കണം. ഇനി ഇതിലേക്ക് എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3 ജാതിക്കയും 4 ടേബിൾ സ്പൂൺ ജാതിപ്പൂവും എടുക്കണം. ഇനി ഇതിലേക്ക് 7 കറുത്ത ഏലക്കയും 2 ടേബിൾ സ്പൂൺ ഷാഹി ജീരകവും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ജാതിക്കയുടെ പുറത്തെ തോടൊന്ന് കളയണം. ഇപ്പോൾ തോടെല്ലാം ഞാൻ കളഞ്ഞെടുത്തു. എടുത്തു വെച്ച മസാലകളെല്ലാം ഒരു പാനിലേക്ക് ചേർത്തു. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ച് 1 മിനിറ്റ് വറുത്തെടുക്കണം. ഇത് ബ്രൗൺ നിറത്തിലൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതിന് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പം നമുക്ക് അടുപ്പും ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിൽ നിന്ന് നല്ല സ്മെല്ലും വരാൻ തുടങ്ങി. ഇപ്പം ഞാൻ അടുപ്പും ഓഫ് ചെയ്തു. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം പൊടിച്ചെടുത്തു. നമ്മൾ ഇതിലേക്കുള്ള മസാല പൊടിച്ചെടുക്കുമ്പോൾ 10 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള മസാല ഒന്നിച്ച് പൊടിച്ചെടുക്കാത്തതാണ് നല്ലത്. അതുപോലെ ഇതിൽ നമ്മൾ മല്ലിയും മുളകൊക്കെ ചേർത്ത് പൊടിച്ചെടുക്കുമ്പോഴും ഈ മസാലയുടെ മണമൊക്കെ മാറിപ്പോകും. ഞാൻ എൻ്റെ ബിരിയാണികളിൽ അധികം പച്ച മസാലകൾ ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കാറ്. മല്ലി മുളകൊന്നും ചേർക്കാറില്ല. ഈ രീതിയിൽ ബിരിയാണി മസാല ഉണ്ടാക്കിയെടുത്താൽ ബീഫ് ബിരിയാണി പോലുള്ള നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നതിൽ മാത്രം മല്ലി മുളകും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒട്ടും നനവില്ലാത്ത എയർ ടൈറ്റുള്ള പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.